പാകിസ്ഥാനിലെ ഭീകരവാദത്തിൻ്റെ ചരിത്രം ഒരു ഒറ്റ സംഘടനയുടെ കഥയല്ല. അഫ്ഗാൻ യുദ്ധത്തിൻ്റെ പാരമ്പര്യം, രാജ്യത്തിനുള്ളിലെ ഇസ്ലാമീകരണത്തിൻ്റെ രാഷ്ട്രീയം, കാശ്മീരിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രോക്സി യുദ്ധചിന്ത, മതവിഭാഗീയ അതിക്രമങ്ങൾ, പിന്നീടുള്ള താലിബാൻ ബന്ധിത ആഭ്യന്തര കലാപങ്ങൾ എന്നിവ ചേർന്നുണ്ടാക്കിയ ഒരു ദീർഘകാലത്തെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന തീവ്രവാദികളുടെ സങ്കേതമായ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഭൂപ്രദേശത്ത് പ്രവർത്തിക്കുന്ന പല മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും അവയുടെ പ്രവർത്തന രീതികളെയും കുറിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രി റിപ്പോർട്ട്സ് ആൻഡ് ടെററിസം പോലുള്ള അന്താരാഷ്ട്ര ഔദ്യോഗിക രേഖകളിൽ പാകിസ്ഥാനെ പരാമർശിക്കുന്നത് ദ എപ്പി സെൻറ്റർ ഓഫ് ടെററിസം അഥവാ ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ്. ഇന്ത്യക്കെതിരായ നിഴൽ യുദ്ധത്തിൽ അഥവാ പ്രോക്സി വാറിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം അവിടെ വളർത്തപ്പെടുന്ന ഭീകരവാദ ഗ്രൂപ്പുകളാണ്. പാകിസ്ഥാനിലെ ഭീകരവാദത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1970കളുടെ അവസാനത്തിലും 1980കളുടെ തുടക്കത്തിലുമാണ്. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്.